ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കോഴ്സസിൻ്റെ മാക്സിമം കട്ട് ഓഫ് മാർക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് BSc നഴ്സിംഗിൻ്റെയും ഫിസിയോതെറാപ്പിയുടെയും ഒരു മിനിമം കട്ട് ഓഫ് മാർക്സ് നോക്കാം. BSc നഴ്സിംഗിനും ഫിസിയോതെറാപ്പിക്കും മിനിമം കട്ട് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് ഒരു 280 ഇൻഡെക്സ് മാർക്ക് എങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണം. എന്നാലേ നിങ്ങൾക്ക് ഈ BSc നഴ്സിങ്ങിനും ഫിസിയോതെറാപ്പിക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. നെക്സ്റ്റ് BSc MLT ആൻഡ് BSc ഒപ്റ്റോമെട്രിയുടെ മിനിമം കട്ട് ഓഫ് മാർക്സ് എത്രയാണെന്ന് നോക്കാം. BSc MLTക്കും BSc ഒപ്റ്റോമെട്രിക്കും മിനിമം ഇൻഡെക്സ് മാർക്ക് വേണ്ടിയത് ഒരു 250 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണം. എന്നാലേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. ബാക്കിയുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സസിനൊക്കെ നിങ്ങൾക്ക് ഒരു 280 മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തുള്ളൂ. BSc MLT ആൻഡ് BSc ഒപ്റ്റോമെട്രിക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു 250 മാർക്സ് എങ്കിലും ഇൻഡെക്സ് മാർക്കായിട്ട് അറ്റ്ലീസ്റ്റ് വേണം. എന്നാലേ നിങ്ങൾക്ക് ആ കോഴ്സസിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് +2 92% ആൻഡ് എബോവ് മാർക്സ് ഉള്ള ആൾക്കാർക്കായിരിക്കും എന്തായാലും അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത്. പിന്നെ BSc MLT ആൻഡ് BSc ഒപ്റ്റോമെട്രിയുടെ ഒരു മിനിമം ഇൻഡെക്സ് മാർക്കാണ് ജസ്റ്റ് പറഞ്ഞത്. ഒരു 250 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണം. ബാക്കിയുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സസിനൊക്കെ 280 മാർക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. എന്നാലേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ വർഷത്തെ LBSലെ അഡ്മിഷൻസ് ഡിലേ ആകാനായിട്ടാണ് സാധ്യത. ഇൻഡെക്സ് മാർക്ക് കുറവുള്ള ആൾക്കാർ എന്തായാലും കാണും. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് LBSലെ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കോഴ്സസിൻ്റെ ഒക്കെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് വരുമെന്നുള്ള ഡേറ്റും ടൈമും കൂടെ നമുക്ക് നോക്കാം. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് സെപ്റ്റംബർ 1 തീയതി വൈകുന്നേരം 5 മണിക്കായിരിക്കും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ ബൈ.